അപ്പം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കെപ്ലർ പ്രോബ്ലത്തിന് വേണ്ടിയിട്ടുള്ള കുറച്ച് പ്രയർ ഡെറിവേഷൻസൊക്കെ കണ്ടു. അപ്പോൾ അതൊക്കെ ഒന്ന് ഓർമ്മ ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. അതൊക്കെ നന്നായിട്ട് പഠിക്കുക, ടെക്സ്റ്റ് നന്നായിട്ട് വായിച്ച് നോക്കുക. അപ്പോൾ എന്താണ് കെപ്ലർ പ്രോബ്ലം? കെപ്ലറിൻ്റെ 3 ലോസ് ഉണ്ട് അല്ലേ? 3 ലോസ്, ഫസ്റ്റ് ലോ, സെക്കൻഡ് ലോ ആൻഡ് തേർഡ് ലോ. എന്താ ഫസ്റ്റ് ലോ? സ്റ്റേറ്റ് ദാറ്റ് every planet moves around the sun in an elliptical orbit with the sun situated at one of the foci. And the second law states that the radius vector from the sun to a planet sweeps equal area in times. And the third law states that the ratio of the square of the period of revolution and the cube of the ellipse semi-major axis is the same for all planets. ഇങ്ങനെ 3 ലോസാണുള്ളത്. അപ്പോൾ നമ്മൾ ഈ ഒരു നമ്മുടെ ടെക്സ്റ്റിൽ പറയുന്ന കെപ്ലർ പ്രോബ്ലം ആ ഡെറിവേഷനിൽ നമ്മൾ ചെയ്യുന്നത് എന്താ വെച്ചാൽ എലിപ്സാണ്, അതായത് ഓർബിറ്റ് എന്ന് പറയുന്നത് എലിപ്സാണ് എന്ന് നമ്മൾ പ്രൂവ് ചെയ്യാണ്. ഓക്കെ, ദാറ്റ് ഈസ് എലിപ്സിൻ്റെ സ്പെഷ്യാലിറ്റീസ് ഉണ്ടല്ലോ. അത് എസെൻട്രിസിറ്റി എങ്ങനെയായിരിക്കണം, എസെൻട്രിസിറ്റിയുടെ കണ്ടീഷനും അതുപോലെ തന്നെ വെലോസിറ്റി കണ്ടീഷനും. ദാറ്റ് ഈസ് എലിപ്റ്റിക്കൽ ഓർബിറ്റിൽ മൂവ് ചെയ്യുന്ന പാർട്ടിക്കിളിൻ്റെ വെലോസിറ്റിയുടെ കണ്ടീഷനും കൂടി ചെക്ക് ചെയ്തിട്ട് നമ്മൾ എന്ത് പറയുകയാണ്, ഈ പ്ലാനറ്റ് മൂവ് ചെയ്യുന്നത് അറൗണ്ട് ദ സൺ, ഇറ്റ് ഈസ് ആൻ എലിപ്റ്റിക്കൽ ഓർബിറ്റ്. ഓക്കെ, അപ്പോൾ അതൊന്ന് നമുക്ക് നോക്കാം. ഓക്കെ, വി ഓൾറെഡി സ്റ്റേറ്റ് ദാറ്റ് the inverse square law is the most important of all central force laws. Okay, and for the case the force and potential, for central force, the force and potential can be written as F is equal to minus K by R square, and potential V is equal to minus K by R. Put it as equation number 1. Okay, so there are several ways to integrate the equation for the orbit. ഓക്കെ, നമുക്ക് തീറ്റയുടെ ടേംസിൽ, ദാറ്റ് ഈസ് ഈ ഒരു ഇക്വേഷനെ എന്തിൻ്റെ ടേംസിൽ, തീറ്റയുടെ ടേമിൽ നമുക്ക് എന്തെഴുതാം, മാറ്റി എഴുതാം. അതുപോലെ തന്നെ ആർ, ഇൻ ടേംസ് ഓഫ് ആർ ആൻഡ് ഇൻ ടേംസ് ഓഫ് തീറ്റ. എന്തുകൊണ്ടാണ് ആറും തീറ്റയും വന്നത് ഇവിടെ? ഓർബിറ്റൽ ആംഗുലർ മൊമെൻറ്റവും ഉണ്ട്, അതുപോലെ തന്നെ എന്തുണ്ട്, ലീനിയർ മൊമെൻറ്റും ഉണ്ട്. അപ്പം ആറും തീറ്റയുടെയും ടേംസിലാണ് നമ്മളൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. അപ്പോൾ അതൊന്ന് മറിച്ച് നോക്കുക. നൗ വി ഹാവ് ഇക്വേഷൻ ഓഫ് ഓർബിറ്റ് വിച്ച് ഈസ് തീറ്റ ഈസ് ഈക്വൽ ടു തീറ്റ പ്രൈം മൈനസ് ഇൻറ്റഗ്രേഷൻ ഫ്രം u0 to u എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വി ഡിഫൈൻഡ് u ആസ് u ഈസ് ഈക്വൽ ടു 1/r. അപ്പോൾ അതിന് ഈ ഒരു ഡെറിവേഷന് വേണ്ടിയിട്ടാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അത്രയും കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഈ ഇക്വേഷനൊക്കെ എവിടെ നിന്നാണ് വന്നതെന്നുള്ളത് നോക്കുക കേട്ടോ, ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നോക്കുക. തീറ്റ ഈസ് ഈക്വൽ ടു തീറ്റ പ്രൈം മൈനസ് u0 to u du ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 2me ഡിവൈഡഡ് ബൈ l സ്ക്വയർ പ്ലസ് 2mku ബൈ l സ്ക്വയർ മൈനസ് u സ്ക്വയർ. സോ ഇക്വേഷൻ നമ്പർ 2 ആയിട്ട് അതിന് കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ ഇതിൽ തീറ്റ പ്രൈം എന്ന് പറഞ്ഞെങ്കിൽ കോൺസ്റ്റൻറ്റ് ഓഫ് ഇൻറ്റഗ്രേഷനാണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ u ഈസ് ഈക്വൽ ടു 1/r ആണ്. ക്യാപിറ്റൽ ഈസ് ദ ടോട്ടൽ എനർജി, കാരണം ടോട്ടൽ എനർജിയുടെ ടേംസിലാണ് നമ്മൾ എഴുതിയിട്ടുള്ളത്. ഇൻ ടേംസ് ഓഫ് ടോട്ടൽ എനർജി ആൻഡ് L ഈസ് ദ ആംഗുലർ മൊമെൻറ്റം ആൻഡ് തീറ്റ ഈസ് ദ ആംഗിൾ ഓഫ് റിവോൾവിങ് ആംഗിൾ. ഓക്കെ, നൗ അപ്പോൾ നമുക്ക് ഇക്വേഷൻ നമ്പർ 2നെ നമ്മളൊരു സ്റ്റാൻഡേർഡ് ഇൻ്റഗ്രൽ ഫോമുമായിട്ട് കമ്പയർ ചെയ്യാണ്. ഓക്കെ, ഇപ്പം നമ്മുടെ ഈ ഇക്വേഷൻ നമ്പർ 1 നമ്മൾ ഓൾറെഡി പറഞ്ഞു തീറ്റയുടെ ടേംസിലും എന്ത് ചെയ്യാം, സോൾവ് ചെയ്യാം, അതുപോലെ തന്നെ ആറിൻ്റെ ടേമിലും സോൾവ് ചെയ്യാം. അപ്പോൾ നമ്മളിവിടെ ഇൻ ടേംസ് ഓഫ് ആർ ആണ് സൊല്യൂഷൻ എഴുതുന്നത്. ഓക്കെ, അതായത് 1/r ഇക്വേഷൻ ഓഫ് ഓർബിറ്റിൽ നമുക്ക് കിട്ടും. അപ്പോൾ 1/r ഈസ് ഈക്വൽ ടു അതിൽ നിന്നും ആർ എന്താണെന്നുള്ളതാണ് നമ്മളിപ്പോൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. ഓക്കെ, ഇനി ഇതിന് നമ്മൾ ഇക്വേഷൻ നമ്പർ 2നെയും ഒരു സ്റ്റാൻഡേർഡ് ഇൻ്റഗ്രൽ ഫോമുമായിട്ട് കമ്പയർ ചെയ്യാൻ പോവുകയാണ്. ആ സ്റ്റാൻഡേർഡ് ഇൻ്റഗ്രൽ എന്താണെന്ന് വെച്ചാൽ ഇൻ്റഗ്രൽ dx by root of alpha plus beta x plus gamma x square equal to
1/√ മൈനസ് ഗാമ ഇൻറ്റു ആർക്ക് കോസ് മൈനസ് ബീറ്റ പ്ലസ് 2 ഗാമ എക്സ് ഡിവൈഡഡ് ബൈ √Q. ഓക്കെ, ഇവിടെ ഈ ആർക്ക് കോസ് എന്ന് ഉദ്ദേശിക്കുന്നത് കോസ് ഇൻവേഴ്സിനെ നമ്മുടെ ടെക്സ്റ്റിൽ ഗോൾസ്റ്റീൻ്റെ ടെക്സ്റ്റിൽ ആർക്ക് കോസ് എന്ന് പറഞ്ഞിട്ടാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതാണ് ഈ ആർക്ക് കോസ്. അപ്പോൾ അതെന്താണെന്നൊരു കൺഫ്യൂഷൻ വേണ്ട. ഓക്കെ, സോ വേർ Q ഈസ് ഈക്വൽ ടു β² മൈനസ് 4 ആൽഫ ഗാമ ആൻഡ് ആൽഫ ഈസ് ഈക്വൽ ടു 2me/L² where beta is equal to 2mk/L² and gamma is equal to -1. അപ്പോൾ എങ്ങനെയാണ് ഇത് രണ്ടും കൂടി കമ്പയർ ചെയ്തപ്പോൾ ഇക്വേഷൻ നമ്പർ 2ഉം ഈ സ്റ്റാൻഡേർഡ് ഇൻ്റഗ്രലും കൂടി കമ്പയർ ചെയ്തപ്പോഴാണ് നമുക്ക് എന്ത് കിട്ടിയത്? ആൽഫയുടെയും ബീറ്റയുടെയും ഗാമയുടെയും വാല്യൂ നമ്മൾ ജസ്റ്റ് കമ്പയർ ചെയ്ത് എഴുതി. അതിന് തന്നെ Q നമ്മളെങ്ങനെ കണ്ടുപിടിക്കും? Q എന്ന് പറഞ്ഞാൽ β² മൈനസ് 4 ആൽഫ ഗാമയാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? ഇനി ആ Q കണ്ടുപിടിക്കണം. ഓക്കെ, so Q is equal to 4m² divided by L raised to 4 plus 4 2me divided by L². അതിനെ റീഅറേഞ്ച് ചെയ്തിട്ട് എന്താ 2mk/L² പുറത്തേക്ക് എടുത്തു, the whole square, then we will get L plus 2el² divided by mk². So equation 2 will become, that is theta. Theta will become theta prime മൈനസ് ആർക്ക് കോസ്. നിങ്ങൾക്ക് ഇവിടെ കോസ് ഇൻവേഴ്സ് എന്ന് എഴുതാം കേട്ടോ വേണമെങ്കിൽ. എൻ്റെ അടുത്തുള്ള ടെക്സ്റ്റിൽ ആർക്ക് കോസ് എന്നായതുകൊണ്ടാണ് ഞാൻ അങ്ങനെ എഴുതിയത്. 2mk/L² മൈനസ് 2u ഡിവൈഡഡ് ബൈ √2mk ഡിവൈഡഡ് ബൈ L² ദി ഹോൾ സ്ക്വയർ ഇൻറ്റു 1 plus 2el² ഡിവൈഡഡ് ബൈ mk². തീറ്റയുടെ വാല്യൂ കിട്ടി. ഓക്കെ, നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഈ 2mk/L² പുറത്തേക്ക് എടുത്തു. ഓക്കെ, അപ്പോൾ എന്ത് വരും? തീറ്റ ഈക്വൽ ടു തീറ്റ പ്രൈം മൈനസ് ആർക്ക് കോസ് ഓഫ് 2mk/L² നമ്മൾ പുറത്തേക്ക് എടുത്തു. ദെൻ ബാക്കി 1 മൈനസ് ul² ഡിവൈഡഡ് ബൈ mk. ദെൻ ഇവിടെ ഒരു മൈനസ് ഉണ്ട് കേട്ടോ, മൈനസ് ഉണ്ട് ഇവിടെ ഓൾറെഡി. then divided by 2mk/L² into 1 plus 2el² divided by mk² whole raised to 1/2. Then that is equal to theta prime minus arc cos of with a negative sign 1 minus ul² by mk, അതായത് ക്യാൻസൽ ചെയ്ത് പോവുമല്ലോ ഈ രണ്ടും, ഡിവൈഡഡ് ബൈ √1 plus 2el² divided by mk². That is theta prime minus arc cos of L² u by mk minus 1 divided by √1 plus 2el² by mk². എന്ന് വെച്ചാൽ നെഗറ്റീവ് ഉണ്ടായിരുന്നു, നമ്മളതിനെ ഉള്ളിലേക്ക് എടുത്ത് എഴുതി. അപ്പോൾ L² u by mk ആണ് ആദ്യം വരിക. ഇക്വേഷൻ നമ്പർ 4 തീറ്റ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ് കിട്ടി. ഇക്വേഷൻ നമ്പർ 4 ആയിട്ട് കൊടുക്കുക. ദെൻ തീറ്റ പ്രൈം മൈനസ് തീറ്റ എന്ന് വെച്ചാൽ തീറ്റ മൈനസ് തീറ്റ പ്രൈം ആയാലും തീറ്റ പ്രൈം മൈനസ് തീറ്റ ആയാലും ഈക്വൽ തന്നെയാണ്. കാരണം ഇവിടെ തീറ്റ പ്രൈം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരുന്നു? കോൺസ്റ്റൻ്റ് ഓഫ് ഇൻ്റഗ്രേഷനാണ്. ഓക്കെ, സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ആർക്ക് കോസ് ഓഫ് L² u by mk minus 1 divided by √1 plus 2e by L² divided by mk². സോ ഇവിടെ ഞാൻ ഓൾറെഡി പറഞ്ഞു ഇത് കോസ് ഇൻവേഴ്സ് എന്നാണ് മീൻ ചെയ്യുന്നത്. അപ്പോൾ എനിക്കിവിടെ ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് കോസ് ഓഫ്. അപ്പോൾ കോസ് ഓഫ് തീറ്റ മൈനസ് തീറ്റ പ്രൈം ഈസ് ഈക്വൽ ടു L² u by mk minus 1 divided by √1 plus 2e L² by mk². Okay, so this can be written as 1 plus 2e L² by mk² into cos of theta minus theta prime plus 1 is equal to L² u by mk. നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്തു? ഈക്വൽ ടുവിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോയി റീഅറേഞ്ച് ചെയ്ത് എഴുതിയതാണ്. ആൻഡ് ദെൻ ഫ്രം ദിസ് ഇക്വേഷൻ എന്ത് എഴുതാം? u can be written as mk by L² into √1 plus 2e L² by mk² into cos of theta minus theta prime. അപ്പോൾ u എന്ന് പറഞ്ഞാൽ എന്താണ്? ദാറ്റ് ഈസ് ഈക്വൽ ടു 1/r ആണ്. ഓക്കെ, സോ നമുക്ക് ഈ ഒരു ഇക്വേഷൻ കിട്ടിയല്ലോ.
ദാറ്റ് ഈസ് ദിസ് വൺ. ഇതെന്താണ്? ഒരു ഇക്വേഷൻ ഓഫ് കോൺ. ഇറ്റ് ഈസ് സിമിലർ ടു ഇക്വേഷൻ ഓഫ് കോൺ. എന്താണ്? 1/r ഇസ് ഈക്വൽ ടു സം കോൺസ്റ്റൻറ്റ് ഇൻറ്റു 1 + e cos θ എന്ന് പറയുന്ന ഇക്വേഷന് സിമിലറാണ്. അപ്പോൾ അത് നമുക്ക് എന്ത് ചെയ്യാം? ഇ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഐഡൻറ്റിഫൈ ചെയ്യാമല്ലോ. ഇയുടെ പ്ലേസിൽ എന്താ കിടക്കണം? √1 + 2e_l²/mk² ആണ്. സോ ഇ മീൻസ് എസെൻട്രിസിറ്റി അല്ലേ? സോ എസെൻട്രിസിറ്റി നമുക്ക് എന്ത് കിട്ടി? √1 + 2e_l²/mk². ഇക്വേഷൻ നമ്പർ 6 ആയിട്ട് കൊടുക്കുക. അപ്പോൾ ഈ ഒരു എസെൻട്രിസിറ്റിയുടെ നേച്ചർ അനുസരിച്ചിട്ടാണ് നമ്മൾ, അതായത് ഈ പ്ലാനറ്റ് റിവോൾവ് ചെയ്യുന്ന ഓർബിറ്റ് അല്ലേ, ഏത് ഓർബിറ്റാണെന്നുള്ളത് നമ്മൾ ഡിഫൈൻ ചെയ്യാം. നേച്ചർ ഓഫ് ഓർബിറ്റ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് ഇതിൻ്റെ ഒരു വാല്യൂ അനുസരിച്ചായിരിക്കും. അപ്പോൾ എന്താ നമുക്ക് നോക്കാം. =0 എന്നാണെങ്കിൽ ദാറ്റ് ഈസ് ഈസ് ഈക്വൽ ടു √1 + 2e_l²/mk² ആണ്. സോ വെൻ ഇ ഈസ് ഈക്വൽ ടു 0 വി ഗെറ്റ് എ സർക്കുലർ ഓർബിറ്റ്. അപ്പോൾ ഇ 0 ആണെങ്കിൽ ദെൻ ടോട്ടൽ എനർജി എന്തായിട്ട് വരും? ഇതിലേക്ക് ഇ ഈസ് ഈക്വൽ ടു 0 ആണെന്നുണ്ടെങ്കിൽ ഈ ടോട്ടലി കണ്ടുപിടിക്കാമല്ലോ. എന്ത് വരും? -mk² / 2l² വരും അല്ലേ? അപ്പോൾ ടോട്ടൽ എനർജി നെഗറ്റീവാണ് എന്നത് ഈസ് ഈക്വൽ ടു 0 ആകുമ്പോൾ. ദെൻ <1 ആണെങ്കിൽ, എസെൻട്രിസിറ്റി <1 ആണെങ്കിൽ ഒരു എലിപ്സ് ആണ് കിട്ടുക ഓർബിറ്റ്. അപ്പോൾ ടോട്ടൽ എനർജി <0 വരും. ദെൻ ഈസ് ഈക്വൽ ടു 1 ആണെങ്കിൽ വി ഗെറ്റ് പാരാബോള. ഓക്കെ, and total energy equal to 0. Then E is greater than 1, then we will get a hyperbola. Total energy is greater than 0. അപ്പോൾ ഇതാണ് കണ്ടീഷൻസ്. അപ്പോൾ നമുക്കിതിൽ വേണ്ടത് എന്താണ്? എലിപ്സ് ആയിരിക്കും എന്നുള്ള ആ ഒരു കണ്ടീഷനാണ് നമുക്ക് വേണ്ടത്. എനിവേ വാല്യൂ ഓഫ് ഇ അനുസരിച്ചിട്ടാണ് ഒരു എസെൻട്രിസിറ്റി ആയുടെ നേച്ചർ വെച്ചിട്ട് തന്നെയാണ് എന്ത് കണ്ടുപിടിക്കുക? നേച്ചർ ഓഫ് ഓർബിറ്റും നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. ഓക്കെ, സോ we are checking the condition for circular orbit or the condition for circularity. അപ്പം for a circular orbit t and v are constant in time. Okay, so വിരിയൽ തിയറം അനുസരിച്ചിട്ട്, സോ അക്കോർഡിംഗ് ടു വിരിയൽ തിയറം ടൈം ആവറേജ് കൈനറ്റിക് എനർജി, ഇവിടെ ഒരു ബാർ ഇട്ടിട്ടുള്ളത് ടൈം ആവറേജ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, സോ ടൈം ആവറേജ്ഡ് കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു -12 ഇൻറ്റു സമ്മേഷൻ ഓവർ ഐ, അതായത് എത്ര സിസ്റ്റത്തിൽ എത്ര പാർട്ടിക്കിൾ ഉണ്ടെന്നുള്ളതാണ് സമ്മേഷൻ ഓവർ ഐ Fi.Ri. ഓക്കെ, സോ ഈ Fi.Ri ഇതിനാണ് നമ്മൾ വിരിയൽ ഓഫ് ക്ലോഷ്യസ് എന്ന് പറയാം. അപ്പോൾ വിരിയൽ തിയറം ഒന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതൊന്ന് നോക്കുക. ടെക്സ്റ്റിൽ സെക്ഷൻ 3.4 ആണ്. സോ ദ ടൈം ആവറേജ് കൈനറ്റിക് എനർജി ഈസ് ഗിവൻ ബൈ -12 സമ്മേഷൻ ഓവർ ഐ Fi.Ri where v is equal to v പവർ ലോ ആയിട്ടാണ് തന്നിരിക്കുന്നത്. സോ v is equal to a into r⁻n+1. then we can write t. Time average kinetic energy can be written as n+1/2 v bar. From that t is equal to n+1/2 v. That is നമ്മൾ ടൈം ആവറേജ് എന്നുള്ള ബാർ നമ്മൾ മാറ്റി t is equal to n+1/2 v. സോ നമ്മുടെ ഈ ഒരു കേസിൽ, അപ്പോൾ ഈ വിരിയൽ തിയറം എന്ന് പറയുന്നത് എന്താണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്ന ഈ കേസിൽ ഡെറിവേഷനിൽ അത് പറഞ്ഞിട്ടില്ല, ജസ്റ്റ് മെൻഷൻ ചെയ്ത് പോയിട്ടേ ഉള്ളൂ. അപ്പോൾ എന്താണെന്നുള്ളത് ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് പറഞ്ഞതാണ്, ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്തതാണ്. അപ്പോൾ ഈ ഒരു ഭാഗത്തിൽ സംശയമുള്ളവർ അത് പഠിക്കുക കേട്ടോ, നോക്കുക. കാരണം നമുക്ക് എല്ലാവരും സമയമില്ല. ഒന്നാമത്തെ കാര്യം വിരിയൽ തിയറം നമ്മുടെ സിലബസിലും ഇല്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞതാണ് എങ്ങനെയാണ് ടെക്സ്റ്റിൽ ഇക്വേഷൻ വന്നത് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മുടെ കേസിൽ എന്താ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ -k/r ആണ്, കാരണം സെൻട്രൽ പൊട്ടൻഷ്യലാണ്. സോ ദാറ്റ് ക്യാൻ ബി റിട്ടൺ ആസ് -k ഇൻറ്റു r ഇൻവേഴ്സ് എന്ന് എഴുതാം. അപ്പോൾ അതായത് n+1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലേ, ഇവിടെ a ഇൻറ്റു r⁻n+1, അതായത് ഇവിടെ v എന്ന് പറഞ്ഞാൽ പൊട്ടൻഷ്യലായിരുന്നു. ഓക്കെ, അതായത് r⁻n+1 ഇവിടെ മൈനസ് സം കോൺസ്റ്റൻറ്റ് ഇൻറ്റു r⁻−1. അപ്പോൾ ഇവിടെ n+1ൻ്റെ പ്ലേസിൽ -1 ആണ് കിടക്കുന്നത്. ദാറ്റ് ഈസ് n എന്ന് പറഞ്ഞാൽ -2 എന്ന് കിട്ടും. സോ നമുക്ക് t ക്യാൻ ബി റിട്ടൺ ആസ് -2 + 1/2 v, ദാറ്റ് ഈസ് -v/2. അപ്പോൾ കൈനറ്റിക് എനർജി -v/2 എന്ന് കിട്ടി. ദെൻ ടോട്ടൽ എനർജി എന്താ? E ഈസ് ഈക്വൽ ടു t + v ആണ്. സോ E ഈസ് ഈക്വൽ ടു t - v/2 ആണെങ്കിൽ -v/2 + v നമുക്ക് എന്ത് ചെയ്തു?
V/2 എന്ന് വന്നു. അപ്പോൾ നമുക്ക് ടോട്ടൽ എനർജി V/2 കിട്ടി. കണ്ടീഷൻ ഫോർ സർക്കുലാരിറ്റി ആണ് നമ്മൾ നോക്കുന്നത് വിരിയൽ തിയറം വെച്ചിട്ട്. അപ്പോൾ ഇക്വേഷൻ 1 എന്ന് എന്താ, ടോട്ടൽ എനർജി ഈസ് ഈക്വൽ ടു -K/2 ആർ വേർ V ഈസ് ഈക്വൽ ടു -K/R. സോ ടോട്ടൽ എനർജി എന്തായിട്ട് കിട്ടി? ഈസ് ഈക്വൽ ടു -K/2 R0. അതായത് R0 എന്ന് പറഞ്ഞാൽ ആറിനെ നമ്മൾ R0 വെച്ച് റീപ്ലേസ് ചെയ്തു, റേഡിയസ് ഓഫ് സർക്കിൾ. അപ്പം സർക്കിളിൻ്റെ എനർജി -K/2 R0 ആണ്. അപ്പം ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ നമുക്ക് കിട്ടി ഈസ് ഈക്വൽ ടു -K/2 R0. അപ്പോൾ യൂസിങ് എഫക്റ്റീവ് പൊട്ടൻഷ്യൽ എന്ന് വെച്ചാൽ ഇപ്പം ഈ പ്ലാനറ്റ് ഒരു സണ്ണിനെ അറൗണ്ടായിട്ട് റിവോൾവ് ചെയ്യുക പറഞ്ഞാൽ അതൊരു 2 ബോഡി പ്രോബ്ലമാണ്. അപ്പോൾ 2 മാസം ഉണ്ടായിരിക്കും അല്ലേ. അപ്പോൾ ആ 2 മാസം അതുപോലെ തന്നെ 2 ബോഡി പ്രോബ്ലമാണ്. അപ്പോൾ അതിനെ നമ്മൾ എന്ത് ചെയ്യാൻ, ഒരു 1 ബോഡി പ്രോബ്ലമായിട്ട് മാറ്റുക. അപ്പോൾ നമുക്കറിയാം എഫക്റ്റീവ് മാസ് അല്ലെങ്കിൽ മ്യൂ എന്ന് പറയുന്നൊരു ടേം നമുക്കറിയാം, ഫെമിലിയറാണ്. അതുപോലെ തന്നെ അപ്പോൾ 2 ബോഡി പ്രോബ്ലത്തിനെ 1 ബോഡി പ്രോബ്ലമാക്കി മാറ്റുന്ന സമയത്ത് അതിൻ്റെ പൊട്ടൻഷ്യൽ നമ്മൾ ആഡ് ചെയ്യും. അപ്പോൾ നമ്മൾ എന്താണ്, എഫക്റ്റീവ് പൊട്ടൻഷ്യലാണ് എടുക്കുക. ഓക്കെ, അപ്പോൾ ആ യൂസിങ് എഫക്റ്റീവ് പൊട്ടൻഷ്യൽ. ഓക്കെ, സോ യൂസിങ് എഫക്റ്റീവ് പൊട്ടൻഷ്യൽ വി ക്യാൻ റൈറ്റ് that effective potential is equal to L²/2m R0². That is the effective potential. ബട്ട് നമ്മുടെ ആക്ച്വൽ പൊട്ടൻഷ്യൽ B എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒറിജിനൽ പൊട്ടൻഷ്യലിൻ്റെ കൂടെ എന്തുകൂടി വരും, ഈ ഒരു എഫക്റ്റീവ് പൊട്ടൻഷ്യൽ കൂടെ വരും, V0 + L² / 2m R0². ഓക്കെ, സോ ദാറ്റ് ഈസ് ഈക്വൽ ടു വേർ V0 എന്താണ്, -K/R0. K/R ആയിരുന്നു, പക്ഷേ R0 റേഡിയസ് ഓഫ് സർക്കിൾ ആയതുകൊണ്ട് നമ്മൾ -K/R0 നമുക്ക് നൗൺ പൊട്ടൻഷ്യലാണ്, പ്ലസ് ദിസ് എക്സ്ട്രാ ടേം L² / 2m R0². ഓക്കെ, സോ വാട്ട് ഈസ് R0? അതായത് ഇറ്റ് ഈസ് ദ മിനിമം പൊട്ടൻഷ്യൽ കേസ്. മിനിമം പൊട്ടൻഷ്യൽ കിട്ടുന്ന പോയിൻ്റാണ് R0. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, ഈ സാധാരണ നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ മിനിമം കണ്ടീഷൻ എങ്ങനെ ചെയ്യുക, പാർഷ്യൽ ഡെറിവേറ്റീവ് എടുക്കുക. അപ്പോൾ പാർഷ്യൽ ഡെറിവേറ്റീവ് ∂V/∂R at R0 = 0. ഓക്കെ, സോ വി ക്യാൻ റൈറ്റ്, ഞാൻ ഈ ഒരു ഇക്വേഷനെ പാർഷ്യൽ ഡെറിവേറ്റീവ് എടുത്തു at R0. സോ I can write K/R0² - L² / mR0³ = 0. So from this I can write R0 is equal to L² / mk, equation number 8. Okay, R0ൻ്റെ വാല്യൂ കിട്ടി. അപ്പോൾ അത് 7ാമത്തെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം R0ൻ്റെ. സോ ഐ ക്യാൻ റൈറ്റ് എനർജി ഈസ് ഈക്വൽ ടു -K/2 × mk/L². സോ -mk² / 2L² ആണ് എനർജി. അപ്പോൾ so this is the condition for circular motion, and in the case of elliptical orbit it can be shown that the major axis depend solely on the energy. Okay, so semi major axis is 1/2 the sum of the two apsidal distances R1 and R2. അപ്പോൾ ഈ 2 കണ്ടീഷൻസ് അല്ലെങ്കിൽ ഈ 2 കാര്യങ്ങൾ ഓർത്തിരിക്കുക. ഓക്കെ, എലിപ്റ്റിക്കൽ ഓർബിറ്റിൻ്റെ കേസ് കൂടെ നമ്മൾ ചെക്ക് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഫിഗർ തന്നിട്ടുണ്ട്, അതൊന്ന് നോക്കുക. ഓക്കെ, സോ in between potential and R. അപ്പം ഈ ഒരു ഡിസ്റ്റൻസ് ഇല്ലേ, ദിസ് പോയിൻറ്റ്, ദിസ് ഈസ് ദ R1 ആൻഡ് ദിസ് ഈസ് R2. ദിസ് R1 ആൻഡ് R2 ആർ കോൾഡ് അപ്സിഡൽ ഡിസ്റ്റൻസസ്. ഓക്കെ, so equivalent one-dimensional potential for inverse square law of force. So R1 plus R2 is equal to 2a. Then a is equal to 1/2 into R1 plus R2. From this E is equal to -K/R plus L² / 2m R². ഈ ഒരു ഇക്വേഷൻ ഉണ്ടല്ലോ, അതായത് ഈ
k/r പ്ലസ് L²/2mr². അപ്പോൾ ഈ രണ്ട് ടേംസും വന്നത് ഏത് സെക്ഷനാണെന്ന് വെച്ചാൽ 1 ഡയമെൻഷണൽ പൊട്ടൻഷ്യൽ. ആ ഒരു സെക്ഷൻ ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കുക. അപ്പോൾ അതിൽ എന്തുണ്ട്, ഈ ഒരു ഇതിൻ്റെ എക്സ്പ്ലനേഷൻ ഉണ്ട്, അതായത് കൂടുതൽ എക്സ്പ്ലനേഷൻസ് ഉണ്ട്. അപ്പോൾ സംശയമുള്ളവർ അതൊന്ന് നോക്കുക. ഓക്കെ. സോ ടോട്ടൽ എനർജി ക്യാൻ ബി റിട്ടൺ ആസ് മൈനസ് k/r പ്ലസ് L²/2mr². അപ്പോൾ ഇതിനെ നമുക്കൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷനായിട്ട് എഴുതാം. E പ്ലസ് k/r മൈനസ് L²/2mr² ഈക്വൽ ടു 0. So multiplied with r² and divided with e. So we can write r² plus kr/e minus L²/2me ഈക്വൽ ടു 0. അപ്പം രണ്ട് സൊല്യൂഷൻസാണ് ഒരു സെക്കൻഡ് ഓർഡർ ഇക്വേഷനിൽ. അപ്പോൾ രണ്ട് സൊല്യൂഷൻസാണ് നമുക്ക് കിട്ടുക. ഓക്കെ. സോ യൂസിങ് ദിസ് പ്രോപ്പർട്ടി സം ഓഫ് റൂട്ട്സ് ദാറ്റ് ഈസ് r1 പ്ലസ് r2. സോ ഈ ഒരു പ്രോപ്പർട്ടീസ് വെച്ചിട്ടാണ് നമ്മൾ സോൾവ് ചെയ്യാൻ പോകുന്നത്. Okay, so sum of roots, that is r1 plus r2 can be written as minus b/a. Okay, and that is r1 plus r2 is equal to 2a. That is equal to minus k/e. Then I can write it 2a is equal to minus k/e and a is equal to minus k/2e, where b is equal to k/e. And in a, when a is equal to 1, we can write r1 plus r2 equal to 2a and a is equal to minus k/2e. Equation number 9 ആയിട്ട് കൊടുക്കുക. For circular orbit a is equal to r0. അതായത് രണ്ട് സൈഡും അല്ലേ, ഇവിടെയും ഫ്രം സെൻറ്ററിൽ നിന്ന് ഇങ്ങോട്ടും എന്തായിരിക്കും, റേഡിയസ് തന്നെ രണ്ടും ഈക്വൽ ആയിരിക്കും. എ ഈസ് ഈക്വൽ ടു r0. പക്ഷേ എലിപ്സ് ആകുമ്പോൾ സെമി മേജർ ആക്സിസും സെമി മൈനർ ആക്സിസും വരും. സോ ഫോർ സർക്കുലർ മോഷൻ എ ഈസ് ഈക്വൽ ടു r0, ദെൻ ഇ ഈസ് ഈക്വൽ ടു minus k/2r0. Velocity in terms of semi major axis. So E is equal to root of 1 plus 2e L²/ma². We found that, and from that 1 plus 2 into eയുടെ വാല്യൂ 2L²/mk² into minus k/2a. So that is equal to 1 minus L²/amk. ജസ്റ്റ് അതിന് എന്ത് ചെയ്തു, റീഅറേഞ്ച് ചെയ്ത് എഴുതി. സോ സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ e² ഈക്വൽ ടു 1 മൈനസ് L²/amk. that is L²/mk equal to a into 1 minus e², where u is equal to 1/r. From that I can write this is equal to 1/a into 1 minus e² into 1 plus root of 1 plus 2e L²/mk² into cos of theta minus theta prime. സോ ഇതിൽ നിന്ന് എന്ത് എഴുതാം, r എന്താണെന്ന് എഴുതാമല്ലോ. സോ r is equal to a into 1 minus e² divided by 1 plus e cos theta minus theta prime. ഇക്വേഷൻ നമ്പർ 10 ആയിട്ട് കൊടുത്തു. അപ്പോൾ ഈ r കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അബ്സിഡൽ ഡിസ്റ്റൻസുകൾ, അതായത് r1ഉം r2ഉം കണ്ടുപിടിക്കാമല്ലോ. ഏത് കണ്ടീഷൻ വെച്ചിട്ടാണ് നമ്മൾ അബ്സിഡൽ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുക, ദാറ്റ് ഈസ് തീറ്റ മൈനസ് തീറ്റ പ്രൈം 0 ആകുമ്പോഴും തീറ്റ മൈനസ് തീറ്റ പ്രൈം പൈ ആകുമ്പോഴും രണ്ട് കണ്ടീഷൻ വെച്ച് നമുക്ക് രണ്ട് അബ്സിഡൽ ഡിസ്റ്റൻസുകൾ കണ്ടുപിടിക്കാം. അപ്പോൾ r1 കണ്ടുപിടിക്കാൻ 0 എന്നുള്ള കണ്ടീഷൻ, r2 കണ്ടുപിടിക്കാൻ പൈ എന്നുള്ള കണ്ടീഷൻ യൂസ് ചെയ്യണം. സോ എന്തെഴുതാം, r1 ഈസ് ഈക്വൽ ടു a ഇൻറ്റു അല്ലേ തീറ്റ മൈനസ് തീറ്റ പ്രൈം 0 ആകുമ്പോൾ എന്താ കോസ് 0 1 ആയിട്ട് മാറി. ദെൻ r1 വിൽ ഗെറ്റ് a ഇൻറ്റു 1 മൈനസ് ഇ ആൻഡ് r2 കണ്ടുപിടിക്കാൻ പൈ ആകുമ്പോൾ എന്ത് കിട്ടും, r2 ഈസ് ഈക്വൽ ടു a ഇൻറ്റു 1 മൈനസ് e² ഡിവൈഡ് ബൈ 1 മൈനസ് ഇ, ദാറ്റ് ഈസ് a ഇൻറ്റു 1 പ്ലസ് ഇ. അപ്പം a ഇൻറ്റു 1 മൈനസ് ഇയും a ഇൻറ്റു 1 പ്ലസ് ഇയും ആണ് നമ്മുടെ അബ്സിഡൽ ആക്സിസുകൾ. അതായത് ഒന്ന് പെരിഹീലിയം, മറ്റേത് അപ്ഹീലിയം. ആൻഡ് r1 പ്ലസ് r2 ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് കിട്ടും, 2a കിട്ടും. r2 മൈനസ് r1 ചെയ്ത് കഴിഞ്ഞാൽ 2ae കിട്ടും. ആൻഡ് അത് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാലോ r2 മൈനസ് r1 ഡിവൈഡ് ബൈ r1 പ്ലസ് r2 ചെയ്താൽ എസെൻട്രിസിറ്റി കിട്ടും. ജസ്റ്റ് ഒന്ന് ഡിവൈഡ് ചെയ്ത് നോക്കൂ. ഓക്കെ, അപ്പോൾ എന്താണ് എസെൻട്രിസിറ്റി ചേഞ്ച് ചെയ്യുന്നതനുസരിച്ച് എന്താ നമ്മുടെ കിട്ടുന്ന ഓർബിറ്റിൻ്റെ, അതായത്
എലിപ്സിൻ്റെ ഷേപ്പിന് വ്യത്യാസം വരുന്നുണ്ട്. അപ്പോൾ E ഈസ് ഈക്വൽ ടു 0 ആകുമ്പോൾ കണ്ടോ ഒരു സർക്കിളാണ് വരുന്നത്. പിന്നെ എന്താണ് E ഈസ് ഈക്വൽ ടു 0.5 ആകുമ്പോഴുള്ള ഷേപ്പ്, ദെൻ E ഈസ് ഈക്വൽ ടു 0.75 ആകുമ്പോൾ നമ്മുടെ എലിപ്സ്, ദെൻ 0.9 ആകുമ്പോൾ. അപ്പോൾ എലിപ്സസ് വിത്ത് ദ സെയിം മേജർ ആക്സിസ്, പക്ഷേ എസെൻട്രിസിറ്റീസ് ഫ്രം 0 to 0.9 ആ ഒരു ഷേപ്പിന് വ്യത്യാസം വരുന്നുണ്ട്. അപ്പോൾ എസെൻട്രിസിറ്റി മാറുന്നതനുസരിച്ചിട്ട് ഓർബിറ്റിൻ്റെ ഷേപ്പിന് ചേഞ്ച് ഉണ്ടാവുന്നു. ദെൻ അപ്പോൾ വെലോസിറ്റി ഓഫ് പാർട്ടിക്കിൾ മൂവിങ് ഇൻ എലിപ്സ്. സോ ദിസ് ആർ എന്ന് പറഞ്ഞാൽ എന്തിൻ്റെ കണ്ടീഷനാണ്? അപ്പോൾ നമ്മൾ ഓൾറെഡി ഇവിടെ കണ്ടുപിടിച്ചത് എന്തായിരുന്നു? ആർ അല്ല, ഇക്വേഷൻ നമ്പർ 10. അപ്പോൾ ആർ എന്ന് പറഞ്ഞാൽ എന്തിൻ്റെ ഇതാണെന്ന് കിട്ടി നമുക്ക്? അബ്സലൂട്ട് ഡിസ്റ്റൻസ് ആണ്, എലിപ്സിൻ്റെ ആണ് അല്ലേ? ഒന്ന് പെരിഹീലിയവും കിട്ടി, അപ്ഹീലിയവും കിട്ടി. അപ്പോൾ നമുക്ക് പ്ലാനറ്റ് റിവോൾവ് ചെയ്യുന്നത് ഏതൊരു ഓർബിറ്റിലാണെന്ന് പറയാം? എലിപ്റ്റിക്കൽ ഓർബിറ്റാണെന്ന് പറയാം. നമ്മൾ അതിനൊന്നും കൂടി കൺഫേം ചെയ്യണം, അതായത് വെലോസിറ്റി ഓഫ് പാർട്ടിക്കിൾ മൂവിങ് ഇൻ ആൻ എലിപ്സ്. അതുകൂടി ഒന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യാണ്. വി ബാർ ഇസ് ഈക്വൽ ടു വെലോസിറ്റിയാണ് ഇവിടെ, അത് വി ആർ ഇൻറ്റു ആർ ക്യാപ്പ് പ്ലസ് വി തീറ്റ ഇൻറ്റു തീറ്റ ക്യാപ്പ്. ഓക്കെ, പൊട്ടൻഷ്യൽ അല്ല, ഒന്ന് എന്താണ് റേഡിയൽ വെലോസിറ്റിയും മറ്റേത് ആംഗുലർ വെലോസിറ്റിയാണ്. അപ്പോൾ നമുക്കറിയാം പി ഇസ് ഈക്വൽ ടു എം വി എന്ന് പറയുന്ന ഇക്വേഷൻ, അതിന് വി എന്ന് പറഞ്ഞാൽ പി ബൈ എം ആണെന്ന് കിട്ടും. അതേപോലെ തന്നെ എൽ ഇസ് ഈക്വൽ ടു എം വി ആർ ആണ്, വി എന്ന് പറഞ്ഞാൽ എൽ ബൈ എം ആറിന് കിട്ടും. അപ്പോൾ ഈ രണ്ട് ഇക്വേഷൻസ് യൂസ് ചെയ്യാണ്. ദാറ്റ് ഈസ് റേഡിയൽ വെലോസിറ്റി ക്യാൻ ബി റിട്ടേൺ ആസ് ആർ നോട്ട് അല്ലേ, ഡി ആർ ബൈ ഡി ടി, ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്? പി ബൈ പി ആർ ബൈ എം. ഇവിടെ സഫിക്സ് ആർ ആണ് കേട്ടോ, ദാറ്റ് ഈസ് റേഡിയൽ വെലോസിറ്റി എന്ന് കാണിക്കാൻ പറ്റും. അതുപോലെ തന്നെ വി തീറ്റ എന്ന് പറഞ്ഞെങ്കിൽ ആർ ഇൻറ്റു തീറ്റ ഡോട്ട, ദാറ്റ് ഈസ് ആർ ഇൻറ്റു ഡി തീറ്റ ബൈ ഡി ടി. ഓക്കെ, സോ ദാറ്റ് ഈസ് ഈക്വൽ ടു എൽ ബൈ എം ആർ ആണ്. സോ ഇക്വേഷൻ 10 എന്തായിരുന്നു? ആറിൻ്റെ ഇക്വേഷൻ കണ്ടുപിടിച്ചു. അപ്പോൾ ആർ എന്ന് പറഞ്ഞാൽ ഡി ആർ ബൈ ഡി ടി ആണ് എന്ത്? വെലോസിറ്റി. അപ്പോൾ അതിൽ നിന്ന് എന്ത് ചെയ്യുക? 10ാമത്തെ ഇക്വേഷൻ നമ്മൾ ടൈം ഡെറിവേറ്റീവ് കാണാം. അപ്പോൾ വി ആർ ഇസ് ഈക്വൽ ടു ഡി ബൈ ഡി ടി ഓഫ് എ ഇൻറ്റു 1 മൈനസ് ഇ സ്ക്വയർ ഡിവൈഡ് ബൈ 1 പ്ലസ് ഇ ഇൻറ്റു കോസ് ഓഫ് തീറ്റ മൈനസ് തീറ്റ പ്രൈം. ജസ്റ്റ് ഞാൻ എന്ത് ചെയ്തു? ഡെറിവേറ്റീവ് കാണണം, കാരണം ഇതൊക്കെ കോൺസ്റ്റൻറ്റുകളാണ്. ഏതിന് മാത്രമാണ്? ഈ ഒരു 1/x എന്നുള്ള ഡെറിവേറ്റീവ്, അതായത് -1/x² ഫോമിൽ ഞാൻ എന്ത് ചെയ്തു? ഡിഫറൻഷ്യേറ്റ് ചെയ്തു. ഒരു തീറ്റ ഡോട്ട് കൂടി വരും അല്ലേ, ഡി തീറ്റ ബൈ ഡി ടി വന്നു. ദെൻ ഐ ക്യാൻ റൈറ്റ് ദിസ് ആസ് ആർ ഇൻറ്റു ഇ ഇൻറ്റു സൈൻ തീറ്റ മൈനസ് തീറ്റ പ്രൈം തീറ്റ ഡോട്ട് ഡിവൈഡ് ബൈ 1 പ്ലസ് ഇ ഇൻറ്റു കോസ് തീറ്റ മൈനസ് തീറ്റ പ്രൈം, കാരണം ഇതും ക്യാൻസൽ ചെയ്ത് പോയി, സ്ക്വയർ അല്ലേ. സോ അഗെയിൻ ഫ്രം ഇക്വേഷൻ 10 നമുക്ക് എന്തെഴുതാം? 1 പ്ലസ് ഇ ഇൻറ്റു കോസ് ഓഫ് തീറ്റ മൈനസ് തീറ്റ പ്രൈം എന്ന് പറഞ്ഞാൽ എ ഇൻറ്റു 1 മൈനസ് ഇ സ്ക്വയർ ബൈ ആർ എന്ന് എഴുതാൻ പറ്റും. സോ ഈ ഒരു ഇക്വേഷൻ ഞാൻ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. സോ ഐ ക്യാൻ റൈറ്റ് വി ആർ ഇസ് ഈക്വൽ ടു എന്ത് വരും? ആർ സ്ക്വയർ വരും അല്ലേ. മുകളിലേക്ക് എഴുതുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും? ആർ സ്ക്വയർ എന്ന് എഴുതി വരും. 1 ഇവിടെ അല്ലേ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം, അപ്പോൾ നമുക്ക് ആർ സ്ക്വയർ വരുമല്ലോ, ഇവിടെ ഒരു ആർ സ്ക്വയർ കൂടെ വരും. സോ ഐ ക്യാൻ റൈറ്റ് ആർ സ്ക്വയർ ഇൻറ്റു ഇ ഇൻറ്റു സൈൻ തീറ്റ മൈനസ് തീറ്റ പ്രൈം ഇൻറ്റു തീറ്റ ഡോട്ട് ഡിവൈഡഡ് ബൈ എ ഇൻറ്റു 1 മൈനസ് ഇ സ്ക്വയർ. ഇക്വേഷൻ നമ്പർ 13 ആയിട്ട് കൊടുക്കുക. ഇനി ഞാൻ എന്ത് ചെയ്യുക? ആർ സ്ക്വയർ തീറ്റ ഡോട്ടിന് എനിക്ക് എന്ത് ചെയ്യണം? റീപ്ലേസ് ചെയ്യണം. അതിന് നമ്മൾ എന്താ യൂസ് ചെയ്യുന്നത്? കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെൻറ്റം വെച്ചിട്ടാണ് എഴുതുന്നത്. ദാറ്റ് ഈസ് എൽ ഈസ് ഈക്വൽ ടു എം വി തീറ്റ ആർ, ദാറ്റ് ഈസ് ഈക്വൽ ടു എം ആർ സ്ക്വയർ ഇൻറ്റു തീറ്റ ഡോട്ട്. കാരണം എന്താ? വി തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർ തീറ്റ ഡോട്ടാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും? വി തീറ്റയുടെ സ്ഥാനത്ത് ആർ തീറ്റ ഡോട്ട് ഇട്ടു. അപ്പോൾ ഓൾറെഡി ഒരു ആർ സ്ക്വയറും തീറ്റ ഡോട്ടും വന്നു. ഇനി ഒരു പോയിൻറ്റ് എ, മറ്റ് പോയിൻറ്റ് എയിൽ ഐ ക്യാൻ റൈറ്റ് എൽ ഈസ് ഈക്വൽ ടു എം ഇൻറ്റു എ സ്ക്വയർ തീറ്റ ഡോട്ട്. കാരണം ആർ സ്ക്വയറിൻ്റെ സ്ഥാനത്ത് എന്തിട്ടു? എ ഇട്ടു. എം എ സ്ക്വയർ തീറ്റ ഡോട്ട്, ദാറ്റ് ഈസ് ഇത് രണ്ടും ഈക്വൽ ആണല്ലോ. അപ്പോൾ എന്തെഴുതാം? എനിക്ക് എം ആർ സ്ക്വയർ തീറ്റ ഡോട്ട് എന്ന് പറഞ്ഞാൽ എം എ സ്ക്വയർ തീറ്റ ഡോട്ട്, അതൊന്ന് ആർ സ്ക്വയർ തീറ്റ ഡോട്ട് ഈസ് ഈക്വൽ ടു എ സ്ക്വയർ തീറ്റ ഡോട്ട് എന്ന് വന്നു. ഓക്കെ, സോ ആർ സ്ക്വയർ തീറ്റ ഡോട്ട് എന്ത് വെച്ച് റീപ്ലേസ് ചെയ്യാം? എ സ്ക്വയർ തീറ്റ ഡോട്ട് വെച്ച് റീപ്ലേസ് ചെയ്യാം. ദെൻ വി ആർ വെലോസിറ്റി വി വിൽ ബിക്കം എ സ്ക്വയർ തീറ്റ ഡോട്ട് ഇൻറ്റു ഇ സൈൻ ഓഫ് തീറ്റ മൈനസ് തീറ്റ പ്രൈം ഡിവൈഡ് ബൈ എ ഇൻറ്റു 1 മൈനസ് ഇ സ്ക്വയർ. എയും എയും ക്യാൻസൽ ചെയ്ത് പോയി. ദെൻ ഐ ക്യാൻ റൈറ്റ് എ ഇൻറ്റു തീറ്റ ഡോട്ട് ഡിവൈഡ് ബൈ ഇ ഇൻറ്റു സൈൻ തീറ്റ മൈനസ് തീറ്റ പ്രൈം ഡിവൈഡ് ബൈ 1 മൈനസ് ഇ സ്ക്വയർ. ഇനി ഇതിൽ ആർ തീറ്റ ഡോട്ട് ഈസ് ഈക്വൽ ടു വി തീറ്റ. ദെൻ ആറിൻ്റെ പ്ലേസിൽ എനിക്ക് എന്ത് എഴുതാം? എ തീറ്റ ഡോട്ട്. ആർ തീറ്റ ഡോട്ട് വി തീറ്റ എന്ന് എഴുതുകയാണെങ്കിൽ എ തീറ്റ ഡോട്ടിനെ V0 എന്ന് പറഞ്ഞാൽ റെപ്രസെൻറ്റ് ചെയ്യാം. സോ ഇവിടെ എന്ത് എഴുതാം? V0 എന്ന് എഴുതാൻ പറ്റും. സോ ഐ ക്യാൻ റൈറ്റ് വി ആർ ഇസ് ഈക്വൽ ടു ഇ ഇൻറ്റു V0 സൈൻ ഓഫ് തീറ്റ മൈനസ് തീറ്റ പ്രൈം ഡിവൈഡ് ബൈ 1 മൈനസ് ഇ സ്ക്വയർ. അപ്പോൾ ഇതാണ് വെലോസിറ്റി ഓഫ് പാർട്ടിക്കിൾ മൂവിങ് ഇൻ ആൻ എലിപ്റ്റിക്കൽ ഓർബിറ്റ്. അപ്പോൾ ഇതും എന്ത് കൺഫേം ചെയ്യുന്നു? ഓർബിറ്റ് എന്ന് പറയുന്നത് എലിപ്സ് ആണെന്ന് തന്നെ കൺഫേം ചെയ്യാണ്. ദെൻ വി ആർ ബൈ V0യും വി ക്യാൻ റൈറ്റ് വി ആർ ബൈ V0 ആ റേഷ്യോ നമുക്ക് എഴുതാം. ഇ ഇൻറ്റു സൈൻ തീറ്റ മൈനസ് തീറ്റ പ്രൈം ഡിവൈഡ് ബൈ 1 മൈനസ് ഇ സ്ക്വയർ.
സോ വി ആർ ബൈ വി സീറോയും ആർ ബൈ എയും തമ്മിലുള്ള ഒരു ഗ്രാഫാണ് കൊടുത്തിട്ടുള്ളത്. ഇതും എന്താണ് ഈ മാറുന്നത്, അതായത് എസെൻട്രിസിറ്റിക്ക് അനുസരിച്ചിട്ട് കർവിന് വ്യത്യാസം വരുന്നുണ്ട്, അത് നോക്കുക. ദെൻ ഒരു ആർ ബൈ എ ബൈ എക്സിലും എസെൻട്രിസിറ്റി എക്സ് ആക്സിസിലായിട്ട് എപ്ഹീലിയനും പെരിഹീലിയനും തമ്മിലുള്ള ഗ്രാഫ് ഉണ്ട്. ഇത് 1 ആണ്. ഇത് രണ്ടും കൂടി ജോയിൻ ചെയ്യുന്ന പോയിൻ്റാണ് 1. ഓക്കെ, അതൊന്ന് നിങ്ങൾ നോക്കുക. പിന്നെ ഒരു ഗ്രാഫ് കൂടിയുള്ളത് ഒരു തീറ്റയും അതുപോലെ തന്നെ വി തീറ്റ ബൈ വി സീറോയും തമ്മിലുള്ളൊരു ഗ്രാഫുണ്ട്. അപ്പോൾ അതൊന്ന് നോക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. ഇത് കുറച്ച് വലിയ ഡെറിവേഷനാണ്, മനസ്സിലാക്കാനും കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും. നന്നായിട്ട് ടെക്സ്റ്റ് വായിച്ച് നോക്കി എഴുതി പഠിക്കുക. അറിയാത്ത, അതായത് നമ്മൾ പെട്ടെന്നൊരു ഇക്വേഷൻ എഴുതിയിട്ട് ഇത് ഇന്ന ഭാഗത്തു നിന്നാണ് പറയുക ചെയ്തത്, അപ്പോൾ അതൊന്ന് വായിച്ച് മനസ്സിലാക്കുക, എന്നാൽ മാത്രമേ ഇത് ക്ലിയർ ആവുള്ളൂ. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അത് പഠിക്കാം.